മുമ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് പി.സി. ജോർജിനെ വീട്ടിൽ നിന്ന് പുലർക്കാലെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം കൊണ്ട് നമ്മൾ കണ്ടതാണ്. ചാനലുകൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ തന്റെ ഇടം കാണിച്ച പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ആ തന്റെ ഇടം കാണിക്കുന്നില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതല്ല മറ്റെന്തെങ്കിലും കാരണമായിരിക്കും? അല്ല, അന്ന് പിന്നെ പി.സി. ജോർജ് വേറൊരു പാർട്ടിയിലായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലാണ്. ഇന്ന് അദ്ദേഹം BJP-കാരനാണ്. അതിന്റെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം. BJP-കാരനെ ഏത് പോലീസുകാരെ അവിടെ തൊടുക? കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്നൊക്കെ കഴിഞ്ഞ 6 മാസമായി നമുക്കറിയാലോ. ഇതിനെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് RSS ആണ്. RSSന്റെ നിയന്ത്രണത്തിലാണ്, സംഘപരിവാറിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് കേരള പോലീസ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഈ പി.സി. ജോർജ് ഈ പരാമർശം നടത്തുമ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. കേസെടുത്തിട്ടില്ല. സുപ്രീം കോടതിയുടെ കൃത്യമായ മാനദണ്ഡമുണ്ട്, മാർഗനിർദ്ദേശമുണ്ട് സ്വയം എടുക്കാൻ. നുപുൽ ശർമ്മ 3 മിനിറ്റ് നേരമാണ് ഒരു ചാനലിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു പ്രകോപനപരമായ പരാമർശം നടത്തിയത്. അതിനെ രാഷ്ട്രവ്യാപകമായി കേസെടുക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾക്ക് പോലും കേസെടുക്കേണ്ടി വന്നു. എന്നാൽ ഈ മനുഷ്യന് എത്ര വലിയ എത്ര മോശമായ പ്രയോഗമാണ് നടത്തിയത്. ആ പ്രയോഗത്തെ അപലപിക്കാൻ പോലും ഗോവിന്ദൻ മാഷ പോലുള്ള CPM-ന്റെ ഒരു നേതാവും മാസങ്ങളായിട്ട് വന്നിട്ടില്ല. പി.സി. ജോർജ് അപ്പറഞ്ഞത് ശരിയായില്ല എന്ന് ലാഘവപരമായി പറയാൻ പോലും അവർ വന്നില്ല. എന്താ ഇതിന്റെ അർത്ഥം? ഇത്തരത്തിലുള്ള പരാമർശനങ്ങളും ഇത്തരത്തിലുള്ള വിവാദങ്ങളും അതുവഴിയുള്ള വർഗീയ ധ്രുവീകരണങ്ങളും ഈ കേരളത്തിൽ നടക്കുന്നത് ഇടതുപക്ഷത്തിന് ഗുണമാണ് എന്ന കാഴ്ചപ്പാടിലാണ്. നോക്കൂ, ഈ സംഭവം നടന്നിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞിട്ടാണ് യൂത്ത് ലീഗ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തിട്ടും ഈരാറ്റുപേട്ട പോലീസ് എടുക്കുന്നില്ല. ലാസ്റ്റ് ഈരാറ്റുപേട്ട പോലീസിലേക്ക് പ്രതിഷേധവുമായി ചെന്നു. ഒരുപാട് സമ്മർദ്ദം വന്നു. ഒരുപാട് പാർട്ടികൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ തുടരെ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കേസ് എടുത്തു എന്നല്ലാതെ ആ കേസിനെ പുറത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റും നടത്തിയില്ല. സ്വൈരവിഹാരം ഇയാൾ നടത്തി. എന്നിട്ട് കോട്ടയം ജില്ലാ കോടതിയിൽ പോയി തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പി.സി. ജോർജിന് തോന്നി. കേൾക്കണം, പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് കോടതി പോയത്. പക്ഷേ ആ സാധ്യത പോലും റജീ ലൂക്കോസിന്റെ പാർട്ടിക്കില്ല. എന്നിട്ട് പിന്നീട് ഹൈക്കോടതി പോയി. ഇപ്പൊ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്താൽ അതിനർത്ഥം എന്താ? അവിടെ ഒരു സൈലന്റ് ഉത്തരവാണ്. ഇനി പോലീസിനെ അറസ്റ്റ് ചെയ്യാനില്ല. മണിക്കൂറുകൾ എത്രയായി? ഇനി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് വേണോ വേണ്ടതെന്നുള്ളത്. അത് തന്നെയാണ്. കാരണം പി.സി. ജോർജുമാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പി.സി. ജോർജ് ആരെക്കുറിച്ചൊക്കെ പറഞ്ഞത്? അബ്ദുള്ള കുട്ടി, ഷാനവാസ് ഹുസൈൻ അടക്കമുള്ള BJP-യിലെ മുസ്ലിങ്ങളടക്കം പാകിസ്ഥാനിലേക്ക് പോകാനുണ്ട്. BJP-ക്കാരെ പോലും അതിന് ന്യായീകരിക്കാൻ വന്നിട്ടില്ല. അതാ രസം. ആ അച്ഛന്റെ കൂടെ മോനല്ലാതെ വേറെ ആരുമില്ല. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ട് നോക്കിങ്ങള്. ഇപ്പൊ അൻവർ ഒരു MLA ആണ്. ഒരു അൻവർ എന്ന ഒരു MLA-ക്കുള്ള ഒരു പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ പോലും കൊടുക്കാതെ 75 രൂപ മാത്രം വിലയുള്ള ഒരു പഴയ പ്ലാസ്റ്റിക് കസാലന്റെ ഒരു കാല് പൊളിച്ചു. 20 രൂപ വിലയുള്ള പഴയ ഫിലമെന്റ് ബൾബുണ്ട്, ആ ബൾബ് പൊട്ടിച്ചു. ഇതാണ് പൊതുമുതൽ നശിപ്പിച്ചത്. ഇതിന് പേരിലാണ് രാത്രി 2:30 മണിക്ക് ഒരു MLA-യുടെ വീട് ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ ഓടി വരാൻ സാധ്യതയുള്ള ഒരു MLA, ആ MLA-യുടെ വീട് വളഞ്ഞു വരും എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത്. ആ പാർട്ടീസാണ് ഈ കൊടും വർഗീയത ഈ ഛർദിച്ച ഈ ചങ്ങാതിനെ ഹൈക്കോടതി പോലും വേണ്ടത് ചെയ്തോന്നാ പറഞ്ഞത്. ഇയാൾക്ക് ജാമ്യമില്ല എന്ന് പറഞ്ഞിട്ടും സുപ്രീം കോടതി വളരെ കൃത്യമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വർഗീയ വിദ്വേഷം പറഞ്ഞിട്ട് പിന്നെ പോയി മാപ്പ് പറഞ്ഞ് അത് ശരിയല്ല, മാപ്പ് പറഞ്ഞാലും പറഞ്ഞത് ഇല്ലാതാകുന്നില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് ചെയ്യുന്നില്ലല്ലോ. എന്താ അതിൽ നിന്നുള്ള ഒരു മെസ്സേജ് പി.സി. ജോർജിനെ പോലുള്ള ആളുകളുടെ അത്തരം മനസ്ഥിതിയുള്ള, അത്തരം വിചാരങ്ങളുള്ള, അത്തരം ചിന്തകളുള്ള ആളുകൾ, ആ ആളുകളെ തൽക്കാലം ഞങ്ങൾ ഇവിടെ ഉപദ്രവിക്കില്ല. കാരണം അത്തരക്കാരുടെ വോട്ടും കൂടി ഒരു തുടർഭരണം കൂടി കിട്ടാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.